പറത്തങ്ങനെ പറത്ത് പുപ്പനാക്കി പുപ്പൻ. നീ 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 പിടിച്ചാ ഞാൻ ആദ്യം കഴുകിട്ട. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയൊക്കെയാണ് കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു വയനാട്ടിൽ നമ്മൾ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നമ്മൾ സേഫ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അപ്പുറയാണ് പ്രശ്നമൊക്കെ ഉണ്ടായ സ്ഥലമൊക്കെ. അപ്പം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല, അല്ലേ? ആരും വിചാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഭയങ്കര എന്തായാലും വലിയൊരു പ്രശ്നമായി പോയി. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, അത് മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യം ചെയ്യാനൊന്നുമില്ലല്ലോ. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിന് വേണ്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. യാത്രകൾ അങ്ങോട്ടേക്ക് പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്ത വീഡിയോസ് ഒന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ്, പ്രത്യേകിച്ച് ഒരു സ്പേസ് ഇല്ലായിരുന്നു. നമ്മുടെ റൂമിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ ഇരുന്നുകൊണ്ടിരുന്നതും. പിന്നെ അപ്പർ റൂമിലാണെങ്കിൽ നമ്മുടെ റൂം നമുക്ക് അറിയാലോ, കുഞ്ഞൊരു റൂമാണ് നമുക്ക്. അതിനകത്ത് അപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊന്നു ഒരു ഐഡിയ പറഞ്ഞു. പൊന്നിന് കഴിഞ്ഞ ദിവസം ഒരു ബൾബ് കത്തിയുടെ തലയിൽ. അപ്പോൾ പൊന്നിൻ്റെ തലയിൽ കത്തിയ ബൾബ് എന്താ? ആ ബൾബ് എന്താ? ആ ബൾബ് നമ്മുടെ തൊഴുത്ത് വർക്ക് സ്പേസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നുവിൻ്റെ ഐഡിയ കേട്ടോ. മോളിക്കൂട്ടൻ എന്താ തോന്നുന്നേ? തൊഴുത്തിലിരുന്ന് വർക്ക് ചെയ്യുന്നേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന തൊഴുത്ത് നമ്മൾ എങ്ങനെ വർക്ക് സ്പേസ് ആക്കി എടുക്കും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ. ഇത് പണ്ട് തൊഴുത്തായിരുന്നു, ഇപ്പൊ തൊഴുത്തല്ല. പണ്ട് കുറെ നാൾ മുന്നേ നമ്മുടെ വഴി ഈ വശത്ത് കൂടി ആക്കിയത്, നമ്മൾ വഴിയൊക്കെ ഈ സൈഡിലൂടെ ആക്കിക്കൊണ്ട് നടക്കത്തില്ല. അപ്പൊ കൂട്ടുകാർ, എന്തായാലും ഇനി ആട് വളർത്തല്, കോഴിയില്ല, ആടിനെയും പശുവിന്റെ ഒക്കെ നമ്മള് നിർത്തലാക്കി കേട്ടോ. നിർത്തലാക്കിയല്ല, നമ്മള് അതിന്റെ വളർത്തൽ നമ്മൾ നിർത്തി. അപ്പോ മഴയാണല്ലോ, തണുപ്പാണല്ലോ എന്ന് ചോദിച്ചാൽ കോട്ടൊക്കെ എടുത്തിട്ട് ഇതിട്ടിട്ട് ഭയങ്കര ചൂടെടുക്കണം. അപ്പൊ നമ്മുടെ തൊഴുത്ത് നമ്മൾ വർക്ക് സ്പേസ് ആക്കി എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മള് പ്ലാൻ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ തൊഴുത്ത്. കൊറേ ഡൂഡുവിന്റെ കളിപ്പാട്ടങ്ങളുണ്ട്, കാറുണ്ട്, ജീപ്പ്, സൈക്കിൾ ഉണ്ട്, ഓലമടലുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറെ സാധനങ്ങൾ ഇരിക്കുന്ന എല്ലാം നമുക്ക് മാറ്റണം. അപ്പൊ പശുത്തൊഴുത്തായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ ചാണകത്തിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യണം, ഫസ്റ്റ് നീറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം എംപ്റ്റി ചെയ്തിട്ട് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് എവിടെ എന്താക്കണം എന്നൊക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് വലിയ ബഡ്ജറ്റ് ഇട്ട് പണിയാനൊന്നുമല്ല. നമ്മള് ലോ ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തന്നെ ഈ ഒരു ഭാഗം മൊത്തം ഓപ്പൺ ആണ് കണ്ടോ, ഈ സൈഡ് കണ്ടോ, ഇത് തൊഴുത്തല്ല, ഇത് പുൽത്തൊട്ടേക്ക് കേട്ടോ. അപ്പൊ വശം ഓപ്പൺ ആണ്, അതേപോലെ ഇതിന്റെ മേലെ വശം ഓപ്പൺ ആണ്. അപ്പി കഴുകി കളയാനുള്ള, അപ്പിയല്ല ചാണകം, ചാണകപ്പി, അത് കളയാനുള്ള സ്പേസും താഴെയുണ്ട്. അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് എലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി അവിടെ വന്ന് കാർബോർഡ് വെട്ടിയും ഓടൊക്കെ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ചുരുക്കി പറയാൻ നമ്മുടെ ഇപ്പത്തെ തൊഴുത്തിന്റെ ഒരു അവസ്ഥ. ഇത് നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും നമുക്ക് നോക്കാൻ കൂട്ടുകാരെ. ഇതിൽ കുറെ സാധനം ഉണ്ടല്ലേ, ചുമക്കണല്ലോ. ബാബാ ക്ലീൻ ആക്കാം. റെഡി അല്ലേ? ചൂടെടുക്കണോ? നീ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ടോ? എല്ലാവരും ബിൽഡപ്പ് ആയിരുന്നു കേട്ടോ കോട്ടൊക്കെ ഇട്ടിട്ട്. ഞാൻ വെച്ച് മഴയല്ലേ, തണുപ്പാ പുറത്തുനിന്ന്. പക്ഷേ തണുപ്പില്ല. എന്റെ മോനെ സ്റ്റൈല് ഇതെന്ത് മറ്റേ ഒരു ബലൂൺ ഇല്ലേ, ഇങ്ങനെ കെട്ടി വെക്കുന്ന ബലൂൺ, അതുപോലെ ഉണ്ട് അല്ലേ? ഇത് പക്ഷേ ഇത് നമ്മൾ വലിയ ബഡ്ജറ്റിലൊന്നുമല്ല, പറഞ്ഞ പോലെ നമ്മൾ ചെറിയ നമുക്ക് എങ്ങനെ ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വലിയ ബഡ്ജറ്റിൽ ഇട്ട് നമ്മൾ വലിയ കെട്ടിപ്പണിയൊന്നും അല്ല. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ ഇത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും, നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പേസ് ആക്കി എടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വാതിലൊന്നും പറ്റത്തില്ല കേട്ടോ, വാതിലൊക്കെ മാറ്റണം, വാതിലൊക്കെ നാശമായിരിക്കുക. അപ്പൊ മമ്മി കുഞ്ഞിപ്പെണ്ണെ കൊണ്ട് പോയിട്ടോ അങ്ങോട്ടേക്ക്. അമ്മേ 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 അമ്മേന്ന് വിളിച്ചോണ്ടിരിക്കും. സംഭവം നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കൂട്ടുകാരെ. ചുരുക്കത്തില് സാമ്പ വീഡിയോ എടുക്കണ്ടെന്ന് അറിയാം, എന്നിട്ട് എല്ലാം എന്നെ കൊണ്ട് ചോദിപ്പിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ വിചാരിച്ചേ നീ ഇനി ഇവളെ ആദ്യം കാണുന്ന സാധനങ്ങളില്ല, അത് മാത്രം എടുത്ത് മാറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നൊന്നും വീഡിയോ എടുക്കത്തില്ലല്ലോ. ഇതാണ് മീനിന്റെ തീറ്റയായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ട് ഇവിടെ മീനുണ്ടായിരുന്നപ്പോൾ കൊടുത്തിട്ടും തീറ്റ, അതൊക്കെ എടുത്ത് മാറ്റാം. കുറെ സാധനങ്ങൾ കേട്ടോ. പാമ്പൊന്നുണ്ടാകും നോക്കണേ. എടാ നീ ഇന്നും പറഞ്ഞിട്ടാണോ എടുക്കുന്നത്? ഞാൻ അകത്തല്ലേ നോക്കണം. ഓലൊക്കെ ഇങ്ങനെ കിടക്കുന്ന പാമ്പുണ്ടോന്ന് ഒരു സംശയം. ചാക്കിലൊക്കെ സാധനങ്ങൾ ഇടാനുണ്ടാവും ഇതിന്റെ ഉള്ളിന്ന്. ചൂട്ടയല്ല, ചൂട്ട് 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 എന്ന് പറയും, തണങ്ങ് എന്ന് പറയും, ഓലക്കണി എന്ന് പറയും. ഓലക്കണി
ഓലക്കണി. ഇതൊക്കെ ആ വിറക് കത്തിക്കുന്ന സ്ഥലമില്ലേ, അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. ഞാൻ അവിടെ കൊണ്ടിട്ടോളാം, നീ ഇവിടെ ഇട്ടോ മതി. കത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മൂലക്കൊക്കെ മാറ്റിക്കോ കേട്ടോ. അല്ല, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഒരു മൂലയ്ക്ക് മാറ്റിക്കോ കേട്ടോ. എടാ, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഒരു മൂലക്കൊക്കെ കഴിക്കും. അപ്പൊ ഹരിത ചേച്ചിന്റെ ഹരിതസേന ചേച്ചിമാര് വരുമ്പോ അവർക്ക് കൊടുക്കാൻ ഒരു ചാക്കിലങ്ങ് ഇട്ട് വെച്ചാ അതില്ല. പ്ലാസ്റ്റിക് മാത്രം കേട്ടോ, ചേച്ചിമാരെടുക്കില്ല. ഇതുണ്ടെങ്കിലുണ്ടല്ലോ. നീ ചുമ്മാ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്ട് എടാ, വീഡിയോ എടുക്കാൻ ആള് വേണ്ടേ? പാവം സംഭവം. ഇവിടെ വെറുതെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വരുവാ കേട്ടോ. അല്ലേ, അവൻ നോക്ക്, അവിടുന്ന് അടുത്തല്ലേ ഇവിടെ ഇടുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നില്ല. നിനക്ക് CC അങ്ങോട്ട് കൊണ്ടുപോയിട്ടൂടെ? ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്. ഫ്രണ്ട്സ് ആണോ? ഒരു ഫ്രണ്ട്സും ഇല്ല. നീ ആ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എടി, ഞാൻ ഇവിടെ നിന്നല്ല എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് ഇടും. നീ അവിടെ നിന്നല്ല എടുത്ത് അങ്ങോട്ട് കൊണ്ടിടും. ഇരിക്കുന്നേ. എടി, നിനക്ക് ഇതല്ലേ എളുപ്പം. ഇവിടെ നിന്ന് എടുത്തിടുക. ആ ഓലക്കണി ഇട്ടു, അതിന്റെ മേലെ ചൂട്ടിട്ടു. ആ ഓലക്കണിയാണ് കൊണന്നിട്ട് ഇനി ഞാൻ അത് അടുക്കി കൊണ്ടുവെക്കണം. അതിന്റെ മേലെ കമ്പി ഇട്ടു, ചാക്ക് ഇട്ടു, ആ തേങ്ങന്റെ ചകിരി ഇട്ടു. ഇവിടെ കണ്ടു, ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നേ. എടി, ഇവിടെ പാമ്പ് ഉണ്ടാവും ചിലപ്പോ. അതാ പറഞ്ഞേ. എനിക്ക് ഇഷ്ടമാ. എന്നാ ഇവിടുന്ന് എടുക്കുന്നത് അപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പണിയില്ലടാ. ആണോ? അല്ല, പെണ്ണോ? ഇത് കൈ ഇങ്ങനെ പിടിക്ക്. കണ്ടോ, ഇവന് മേലനങ്ങാണ്ട് എങ്ങനെ മീൻ പിടിക്കാന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം. നീ കൊറേ നേരം പിടിച്ചതല്ലേ അങ്ങനെ. ഈ കുറച്ച് ഞാൻ പിടിക്കട്ടെ മീന്. ഇതിന്റെ ഉള്ളിൽ എലി ഉണ്ടാവും കേട്ടോ. എടി, അതാ പറഞ്ഞ എലി ഉണ്ടെങ്കിൽ പാമ്പ് ഉണ്ടാവും. എലിനെ പിടിക്കാൻ പാമ്പ് വരില്ലേ? പാമ്പിന് ഇങ്ങോട്ട് കേട്ടില്ല. പേടിച്ചു. ഇവനാണ് തൂറ്റം പേടിയാ. അത് മാറിക്കങ്ങോട്ട്. പൊന്നു കുഞ്ഞ, ആ പൈപ്പ് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഒടിഞ്ഞ അവളെ ഒടിച്ചതാ കേട്ടത്. ഇനി എന്റെ തലയിൽ കൊണ്ടിട്ടോട്ടോ അത്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നേ PVC പൈപ്പ്. ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം കേട്ടോ. ഇത് നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുന്നേ മതി. ഇപ്പൊ ചെയ്യാനുള്ളത് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വെറുതെ ഓരോ ഐഡിയ പറഞ്ഞോണ്ട് സമയം കളയും കേട്ടോ. ചെയ്യാനുള്ളത് ചെയ്യത്തില്ല. അതാട്ടെ, നശിപ്പിച്ചു എന്റെ പൊന്നു. നിനക്ക് എനിക്കല്ല, നിനക്ക് നീ തലയും കുതി താഴെ ഇട്ടിട്ട് നീ എന്തും തേങ്ങ കാണിക്കുന്നേ. ഞാൻ നിന്നോട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് നീ പിടിക്കാത്തതിന് എന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ. അത് നീ പിടിക്കുമെന്ന് പറയുമ്പോഴേക്കും നീ അതുകൊണ്ടിട്ട് അപ്പുറം ഇതിൽ വെക്ക, ഗോഡൌണില്. ഓ, ഇവളാണ് ഞാൻ പറയുന്നതൊന്നും അംഗീകരിക്കത്തില്ല കേട്ടോ. ഇവൾക്ക് ഇവളുടെ സ്വന്തം ഇഷ്ടം. നീ പറ, ഞാൻ കേൾക്കാം. നിനക്ക് എന്താ പറയാനുള്ളത് വെച്ചാ പറ. നീ അവിടെ പോയി, ഞാൻ ഇവിടെ നോക്കാം, എടുത്തെടുത്ത് തരാം. വേണ്ട. കണ്ടോ, ഇവളെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാതെ കുഞ്ഞു കേട്ടോ. നീ മര്യാദ പേടിപ്പിക്കാതെ പറ എന്റെ കുഞ്ഞു കുഞ്ഞാ. വീരൻ കുഞ്ഞാട്ടോ വീരൻ. കുലുങ്ങുന്നുണ്ടോ? കുലുങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യം. ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭവം സെറ്റ് ആക്കിയിട്ട് സാധനങ്ങളെല്ലാം നമുക്ക് എംപ്റ്റി ആക്കിയിട്ട് അല്ലെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാന്ന്. പൊരിഞ്ഞ മഴയാട്ടോ, ഭയങ്കര മഴയും കാറ്റും. സംഭവനെ കാണാനില്ല. ഇപ്പത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. എല്ലാം ക്ലിയർ ചെയ്ത് നമ്മള് ഇവിടെ മൊത്തം കോഴി കയറിട്ടോ. പക്ഷേ കണ്ടോ പ്രശ്നം കണ്ടോ, അവിടെ വെള്ളം പോവാണ്ട് മഴ പെയ്തിട്ടുണ്ടോ. നിന്നെ തപ്പി ഞാൻ നടക്കാത്ത, ഞാൻ എത്ര നേരം നിന്നെ തപ്പി നടന്നു. ഞാൻ കൊറേ വിളിച്ചു. എടാ, ഇത് വെള്ളം ഇങ്ങോട്ട് കയറുവാണല്ലോ. പൊരിഞ്ഞ മഴയാട്ടോ, ഭയങ്കര മഴയാട്ടോ. നമ്മളെ മഴ എല്ലാം കാണിച്ചു കൊടുത്തോ? ആ, കാണിച്ചു കൊടുത്തതാ. ഇപ്പൊ എല്ലാം മാറി ഇങ്ങനെയായിട്ടോ. കൊറേ കോഴികളുണ്ട്. പോടാ വീട്ടീന്ന്. ഇതാ ചെമ്പുമായിട്ട് പോകുന്ന പൊന്നു മഴവെള്ളം പിടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. നമുക്കിനി കഴുകിയാൽ മതി. നമ്മുടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി മേലത്തെ കമ്പൊക്കെ കൂടി ഒന്ന് അഴിച്ചു കളഞ്ഞിട്ട്
നമുക്ക് വാഷ് ചെയ്യണം, നല്ല അടിച്ച് കഴുകണം. അപ്പോൾ ടാങ്കിൽ വെള്ളം കുറവാണ്. നമുക്ക് എന്തായാലും മഴവെള്ളം പിടിച്ചിട്ട്, മഴ പെയ്ത് തരുന്ന സമയത്ത് മഴവെള്ളം പിടിച്ചിട്ട് മഴവെള്ളം കൊണ്ട് പകുതി യൂസ് ചെയ്യാം കേട്ടോ. എന്താ നമ്മുടെ കല്യാണത്തിന്റെ നമ്മുടെ കല്യാണത്തിന് ഇവിടുത്തെ ഫുഡ് കൊടുക്കാൻ നേരത്ത് കിട്ടിയ മീനാട്ടോ, മീൻ സോപ്പ്. മീൻ സോപ്പിനിട്ട് നമ്മൾ കഴുകി. അപ്പം കുഞ്ഞാടെ മഴ എടുത്തിട്ട് വന്നിട്ടുണ്ട് കഴുകൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാട്ടോ അവസ്ഥ. കണ്ടോ, ഫുള്ള് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി എംറ്റി ആയിട്ടുണ്ട്. ഇനി എല്ലാം അടിച്ച് കഴുകണം. കണ്ടോ, ചെളിയും ചാണാനൊക്കെ ഇരുന്നതും എല്ലാം വൃത്തിയാക്കണം കേട്ടോ. കൂടെ നോക്ക്, ഇതാണ് നമ്മൾ വർക്ക് സ്പേസ് ആക്കി എടുക്കണം എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതാക്കി എടുക്കാൻ പറ്റുമോ? എന്താ നമ്മുടെ ശ്രമമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ അല്ലേ, നമ്മളെന്തായാലും ശ്രമിക്കുകയാണ്. നമുക്ക് ഇത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ലേ അല്ലേ, ഇത് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ. ക്ലീൻ ചെയ്തല്ല, എല്ലാം എംറ്റി ചെയ്ത് കണ്ട് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അയ്യോ ഓ ഇങ്ങനെയൊന്നും കഴുകിയാല് പോവൂല കുഞ്ഞ, അങ്ങനെയൊന്നും കഴുകിയാൽ പോവൂല. അടിച്ച് കഴുകണം. പൊന്ന് കുതിർക്കുന്നതാണ് കേട്ടോ. ആദ്യം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. പിന്നെ വേറെ നമുക്ക് എന്തായാലും ഇത് കൈ കൊണ്ട് അടിച്ച് ചൂലും കൊണ്ട് അടിച്ച് കഴുകിയാൽ ഒന്നും വൃത്തിയാവത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷീനുണ്ട്, നമ്മുടെ പവർ മെഷീൻ ഇല്ലേ, നമ്മുടെ കാറൊക്കെ കഴുകുന്ന ആ സാധനം കേട്ടോ. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ കഴുകാൻ വേണ്ടി പോകുന്നത്. എന്റെ കാലിലേക്ക് ആക്കലോ ഞാൻ. ഓഹോ, നല്ല വെള്ളമല്ലേ മഴ വെള്ളമാണേലും. എത്ര പെട്ടെന്ന് അറിഞ്ഞാ നോക്ക്, പെട്ടെന്നോടെ മറയും കേട്ടോ. അവിടെ നമുക്കൊരു ടാപ്പുണ്ട്, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് കേട്ടോ. 2 ടാപ്പുണ്ട്. അവിടെ ചോദിച്ചോ, പണ്ടത്തെ മുത്തോട്ടി കണ്ടോ, ഇവിടെ വെള്ളം വരുവേ. ചെളിയുണ്ടോ? ഞാൻ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ക്ലീൻ ആവാൻ തോന്നുന്നില്ല കേട്ടോ. എൻ്റെ കുഞ്ഞി, എത്രയോ നാളായി കഴുകാണ്ട് കിടന്ന് എടാ കുഞ്ഞാ, ഇപ്പൊ നിലത്തൊക്കെ ഓട്ടയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പണിയുണ്ട് കുഞ്ഞാ, നിന്റെ ഐഡിയ. നീയാണ് പറയുക തൊഴുത്ത് നമുക്ക് എന്താ സബ്സ്ക്രൈബ് ആക്കാന്ന്. ഇതെങ്ങനെ ആക്കി തീർക്കും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇന്നിപ്പോ വൃത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്യാം, ഇവിടെ എന്തൊക്കെ ആക്കി എടുക്കണം, എങ്ങനെ ആക്കി എടുക്കണം എന്നൊക്കെ. പക്ഷെ ഒരു എന്താ പറയാ, ഐശ്വര്യമുള്ളൊരു തൊഴുത്താ അല്ലേ? നമ്മൾ ഈ തൊഴുത്തില് വളർത്തിയ കുറെ പശുക്കൊക്കെ കുറെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ കച്ചവടമായിട്ടുണ്ട്. അതാണ് ഐശ്വര്യമുള്ള തൊഴുത്തല്ലേ. മമ്മീന്റെ കിങ്ങിണിയും പിന്നെന്താ ഷക്കീലാടോ, ആടിന്റെ പേരൊക്കെ ആയിരുന്നു കേട്ടോ, ഷക്കീല. സെറ്റായോ? കണ്ടോ, പവർ മെഷീനാണ്. നമ്മുടെ ഈ മുറ്റത്താണെ പായ കയറിയിട്ട് പച്ച വെള്ളയായോ? പൊളിഞ്ഞു പോയി. പായല് പോണോക്ക് മഴ പെയ്യുന്നടാ. കണ്ടോ, ഞാൻ മഴവെള്ളം പിടിച്ചു വെച്ചത് അവൻ അതുകൊണ്ട് കളിക്കുന്നു, മുറ്റം കളിക്കുന്നു. ഞാനാക്കട്ടെ പെണ്ണിനെ കളിക്കണേ. പുറകോട്ട് പോകട്ടെ, പുറകോട്ട് പോയി നിൽക്കുമ്പോ സൂപ്പറല്ലേ? ഇഷ്ടായോ? എന്നാ തൊഴുത്ത് കഴുകാം. വാ. പെണ്ണിന് ഇഷ്ടപ്പെട്ടോ അത്. ഞാൻ ഇത് കളിച്ചോണ്ടിരിക്കും അവിടെ. എടി പൊന്നു, അത് ലാസ്റ്റ് ആക്കാം. വാ, ഇങ്ങ് വന്നേ. ഓഫാക്ക്. വാ തന്നെ, പിള്ളേരെ കളിക്കണ സാധനമല്ല തോക്ക്. കണ്ണിലേക്ക് അടിക്കും. അപ്പൊ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഴവെള്ളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ തൊഴുത്ത് എങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും നോക്കാം. കോഴി ജീവൻ വേണേ ഓടിക്കോ. ബും ഓടറ ആവുഞ്ഞാ. വാ, ആണോ? വാ, നീ പിടിച്ചാ. ഞാനാദ്യം കഴുകിട്ടങ്ങ് അത് നോക്കി എന്റെ മേത്തേക്ക് അടിക്കല്ലേ. നശിപ്പിച്ചില്ല.
എന്തൊക്കെ പൊട്ടുന്നുണ്ടല്ലോ ഞാൻ. കഴുകു അടിച്ച് കഴുകു. അടുത്തോട്ട് അടിക്ക്. ഏയ് അടിച്ച് പരത്ത് കുഞ്ഞാ. പരത്ത് അങ്ങനെ പരത്ത്. പുത്തനാക്കി പുത്തൻ. സൂപ്പറല്ലേ? ഉഷാറല്ലേ? കിങ്ങിണിയിലെ അപ്പിയൊക്കെ പറന്നു പോകുന്നുണ്ട് കേട്ടോ, ചെതറുന്നുണ്ട്. അടിച്ച് കഴുകുവാണേ. ഇഷ്ടമായോ? നമുക്ക് ആദ്യം ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സോപ്പ് വെള്ളത്തിലും കൂടെ അടിക്കാം. അപ്പൊ കുറച്ചുകൂടെ നല്ല പവറാവും. തിളങ്ങും കടന്നിട്ട് വിത്തി അമ്പ പൊന്നൊക്കെ രസിക്കുക കേട്ടോ. എന്താ നോക്ക്. നീ അവിടെ പോയി നിന്നോ, ഞാൻ ആക്കാം. ഒന്നുകൂടെ പറയടാ. ഇവ പറഞ്ഞേട്ടോ, അവൾ അത്ര നേരം അടിച്ചു. എനിക്കിത് അടിക്കാൻ തരുന്നില്ല. അത് കുഞ്ഞി കുട്ടികൾ കരയും പോലെ കരയും അവൻ. എടാ അവിടുന്ന് തന്നെ വാ, ആ ഒരു ഷേപ്പിന് വാ. ഞാൻ കഴുകിയെടുക്കും തന്നെ. അത് ചാണകനല്ല, ആ ചാണകല്ലടാ, അത് ഭിത്തി പൊളിഞ്ഞു പോയത് ഇപ്പൊ ഞാൻ അടിച്ചിട്ട്. അതിൽ കറണ്ട്. അപ്പൊ ഞാൻ തൂമ്പയും കൊണ്ട് അടിക്കാൻ തന്നെ. ഷാമ്പു വാശാട്ടോ. പശുവിന്റെ അമ്മയിട്ട് അപ്പേരെ തീർന്നു പോയി കാണും അല്ലേ? ഷാമ്പു സാറില്ല. സൈസ് സ്വഭാവം കേട്ടോ, തെറിച്ചു പോകരുത് കേട്ടോ പുറകോട്ട്. ഒക്കെപ്പടി വെച്ച് പൊടിഞ്ഞോ പറഞ്ഞ പോലെ. ഇവിടെയാണ് വിണ്ടൊക്കെ കയറിയിരിക്കുക. മഴ പെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് കുഴപ്പമില്ല കേട്ടോ. ഞാനാണെ എല്ലാ ബക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. വെങ്ങാനം തീർന്നിട്ടുണ്ടെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് വെക്കാലോ. കൈവേവി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ചക്കര കുറ്റിയേ, എന്തും അപ്പ ചെയ്യണേ? അപ്പ എന്താ ചെയ്യണേ? ആ என்ன செய்யணும்? ചുക്കനാണോ? വെള്ളം ഒഴിക്കുവാണോ? സംഭവം ഡീറ്റെയിലിംഗ് ആയിട്ടോ. വെട്ടമില്ലാത്ത കാരണം ടോർച്ചൊക്കെ എടുത്തിട്ടാണ് സംഭവം കഴുകുന്നത്. ഞാൻ അടിച്ചുതരാം. എടാ ഞാൻ അടിക്കട്ടെ, കുറച്ചു തരാം. എടാ ഞാൻ അടിച്ചാൽ ശരിയാവും. ഇച്ചിരി താ. ഇവക്ക് ഭയങ്കര കൊതിയാട്ടോ. കുഞ്ഞിപ്പെണ്ണ അവിടെ പറഞ്ഞാണ് ചാന്ന്. അമ്പോ കുഞ്ഞിന്റെ മോട്ടർ തിരിയാണ്ടോ, എന്തൊരു സന്തോഷം നോക്കുന്നുണ്ട്. അതവിടെ വൃത്തിയാക്കിയിട്ട് കണ്ടോ. ഏകദേശം അവിടെ ഈ വെച്ചൊക്കെ നല്ല നീറ്റ് ആയിട്ടുണ്ട്. അടിയിൽ ചെളി പിടിച്ചതാട്ടോ, ആ കളർ പോകുന്നില്ല. എത്ര അടിച്ചിട്ട് അത് കളറായി മാറി കേട്ടോ. അത് ചെളിയല്ല, എന്തോ കറ പോലെ ആയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ അടിച്ച് നല്ല നീറ്റായില്ലേ, പുത്തം വിത്തി പോലെ ആയില്ലേ. കിട്ടില്ലേ? കേട്ടോ കടി കുട്ടനായില്ലേ. അങ്ങനെ ആക്കി ആക്കി എടുത്താട്ടോ ഓരോന്നും. കേട്ടോ ഓരോന്ന് എടുത്തെടുത്ത് കഴുകുക. സാമ്പാർക്ക് ഭയങ്കര കൊതിയാ. അത് തരില്ല കേട്ടോ.
നിന്റെ മാസ്ക് പൊട്ടിച്ചടാ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഭിത്തിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭിത്തിയൊക്കെ നല്ല കിട്ടലായിട്ടുണ്ട് അല്ലേ കുഞ്ഞാ? കുഞ്ഞു അപ്പോഴേക്കും അവിടെ ചോറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. സ്പൂണിനാട്ടോ കഴിക്കുന്നേ. കുടിച്ചിട്ടല്ലേ ഇനി തിന്നാൻ പറ്റുള്ളൂ മര്യാദയ്ക്ക്. എന്തൊക്കെയുള്ളേ? ചോറ്, പയറ്, ചിക്കൻ കറി, നല്ല നാരങ്ങാച്ചാർ കേട്ടോ. മമ്മീന്റെ സ്പെഷ്യൽ കിട്ടില്ലേ? എനിക്ക് തരണേ. നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറിയും ഇതൊക്കെ കണ്ടവരെ വേഗം ഓടി വരുവാ. അടുത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിലെ വെള്ളം തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം യൂസ് ചെയ്തായിരുന്നു. നമ്മൾ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തായിരുന്നു മഴ നിന്നപ്പം. പിന്നെ മിക്ക വെള്ളം ഒരു 90% വെള്ളം നമ്മൾ മഴവെള്ളമായിട്ട് ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട്. കുറച്ച് പയറ്, കുറച്ച് നാരങ്ങച്ചാറ്, കുറച്ച് ചിക്കൻ കറി, എന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഒരു ചിക്കൻ വറുത്ത് കറി വെച്ച് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വറുത്ത് പറഞ്ഞത്. ചോറ് മറ്റേ വീട്ടിക്കാണ്ട് തിന്നടാ. നല്ല ടേസ്റ്റ് കേട്ടോ. വിശന്നിരിക്കുമ്പോ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ചിക്കൻ കറി കിട്ടലിനായിരുന്നു കേട്ടോ. മോൾ കൂടെ ഇന്നുണ്ടാക്കി ചിക്കൻ കറിയും സൂപ്പർ ചിക്കൻ കറി. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കിട്ടലിനാട്ടോ. എപ്പോഴും മമ്മി തേങ്ങാക്കൊത്തല്ലേ ഇടുന്നത്? എപ്പോഴും മമ്മി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ചിക്കൻ കറി കേട്ടോ. എനിക്കല്ല, ഇവനും അവനും ഞാനും വെക്കും ഒരേപോലെ നോക്കിയിരിക്കുക. പൊന്ന് തിന്നു നോക്കിയോളൂ കേട്ടോ. അത് നീയാ? എടി എനിക്ക് പിന്നെ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നേ ഇത് കാണാനോ? ചിക്കന്റെ കഷ്ണം തരാനുള്ളതിന് ഉള്ളി വന്നിട്ട് എന്നെ ഒതുക്കി കേട്ടോ. അങ്ങനെ വാരി കൊടുത്താലും കുറ്റം, വാരി കൊടുത്തില്ല. രാവിലെ ഞാനാട്ടോ വാരി തന്നത്. നിനക്ക് നന്ദി വേണം, നന്ദി. നിനക്ക് കുറെ ഞാൻ വാരി തന്നതല്ലേ? നീ എനിക്ക് വാരി തന്നിട്ടില്ല. കറണ്ട് പോയി. നിന്റെ ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. നോക്കിയോ പതപ്പിക്കുക, പറത്തു വരുന്നു. കറണ്ടും പോയി. എനിക്ക് തന്നില്ലല്ലോ കറണ്ട് പോവാനായപ്പോ എനിക്ക് തന്നു. പപ്പ അടിച്ചേക്കുന്നോ? കറണ്ട് പോയി. മുളക് അടിക്കണം. ഞാൻ അടിച്ചതാ. കണ്ടോപ്പേ സെറ്റായില്ലേ? എന്റെ ഐഡിയ ശരിക്കണോ? അല്ലേടാ, ആരുടെ ഐഡിയ?